ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്തൻ. ഭാഗം 1909. ഇന്ന് മാർച്ച് മാസം 23-ാം തീയതി, 82-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. വലിയ നോമ്പിന്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക്, 4-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ക്നാനയിത്തോ ഞായറെന്ന കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് നമുക്കിത് വായിച്ചു കിട്ടുന്നുണ്ട്. അല്പം വ്യത്യാസമുണ്ടെങ്കിലും വിശുദ്ധനായ മർക്കോസ് സുവിശേഷകൻ 7-ാം അധ്യായത്തില് ഈ സൗഖ്യ സംഭവം വിവരിക്കുന്നുണ്ട്. ക്രിസ്തുവേശു നൽകുന്ന രക്ഷ സകലർക്കും വേണ്ടിയുള്ളതാണ്. അതൊരു പരിപൂർണ സമഗ്രമായ രക്ഷയാണ് എന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവിടെ ദേശത്തിനോ വംശത്തിനോ ജാതിക്കോ സ്ഥാനമില്ല. സകലർക്കും വേണ്ടിയുള്ള രക്ഷയ്ക്കായിട്ടാണ് ക്രിസ്തുവേശു ലോകത്തിൽ അവതരിച്ചത്. അതൊന്നുകൂടി വ്യക്തമാക്കുന്ന ഒരു അത്ഭുത സംഭവമാണ്. ഒരുപാട് പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ മകളുടെ രോഗസൗഖ്യത്തിനു വേണ്ടി അപേക്ഷയുമായി എത്തുന്നത്. ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ കുറെ കൂടി ഒന്ന് അടുത്തറിയേണ്ടതാണ്. യേശു പ്രശംസിക്കുന്നുണ്ട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം എത്രയോ വലുതാണ്. ഗ്രേറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. നിന്റെ വിശ്വാസം എത്രയോ വലുതാണ്. അങ്ങനെ ഒരു സാക്ഷ്യപ്പെടുത്തൽ ലഭിക്കുന്നുണ്ട്. യേശുവില് ഒരു രക്ഷകനെ കണ്ടു എന്നതാണ് ഈ സ്ത്രീയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിജാതീയ വംശത്തിൽപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ വരുന്നതും, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ അപേക്ഷിക്കുന്നതൊക്കെ വളരെ അത്ഭുതമാണ്. മെശിഹായി ഒരു രക്ഷകനെ കാണുകയാണ്. യഹൂദന്മാര് മാത്രം വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണ് അവർ കാത്തിരുന്നത്. എന്നാൽ യേശുവിനെ കണ്ട മാത്രയില്ല, ദാവീദ് പുത്ര, കർത്താവേ എന്ന വലിയ നിലവിളി. യേശുവിലെ രക്ഷകനെ കാണുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് ഈ സ്ത്രീക്ക് സാധിച്ചു. ശരിക്കും ഇവരാരാ? യഹൂദർ അകറ്റി നിർത്തിയ, യഹൂദർ ശാപഗ്രസ്തരാണെന്ന് കരുതിയ വംശത്തിൽ ഒരു സ്ത്രീയാണ്. ആഴമേറിയ അവളിലെ ദൈവവിശ്വാസമാണ് ക്രിസ്തുയേശു നമ്മുടെ മുമ്പിലേക്ക് നീക്കിവെച്ചു തരുന്നത്. അങ്ങനെയാണ് യേശുവിന്റെ പ്രശംസയെ നമ്മൾ കാണേണ്ടത്. നൂറ്റാണ്ടുകളായി ഇങ്ങനെ പാരമ്പര്യമായി യേശുവിന്റെ അനുഗാമികളെന്ന് അഭിമാനിക്കുന്ന, അഹങ്കരിക്കുന്ന നമ്മുടെ ഉള്ളിൽ യേശു എവിടെയാണ്? ആ യേശുവുമായിട്ടുള്ള ബന്ധവും വിശ്വാസവും ഒക്കെ എങ്ങനെയാണ്? അവ ഒന്നുകൂടി പരിശോധിപ്പാനായിട്ട്, ഉറക്കെ പ്രഖ്യാപിക്കാനായിട്ട് ഈ നോമ്പുകാലം നമുക്കും ഒന്ന് പ്രയോജനപ്പെടുത്തേണ്ടതാണ്, വിനിയോഗിക്കേണ്ടതാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി തന്നെ. ആമേൻ.